ഗുഡ് മോർണിംഗ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ലാസർ മുളയ്ക്കൽ. ഇന്ന് ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇറ്റലിയിലാണുള്ളത്. ഇറ്റലിയിലെ ഒരു കുക്കിംഗ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് ആൻഡ് പാസ്ത. ഇവിടെ പറയുകയാണെങ്കിൽ, ഇവിടുത്തെ ഇറ്റലിയിൽ പറയുകയാണെങ്കിൽ പിസല്ലി ഈ പാസ്ത. പാസ്തയിൽ തന്നെ പല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പാസ്ത കടല, അതുപോലെ തന്നെ പാസ്ത മഷ്റൂം, പാസ്ത പല ഐറ്റങ്ങളും മിക്സ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പാസ്ത ഗ്രീൻ പീസ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കുക്കിങ്ങിലേക്ക് പോവുകയാണ്. ഇത് കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം, നന്ദി. അപ്പോൾ കുക്കിങ്ങിനുള്ള തയ്യാറെടുപ്പിലേക്ക് ഞാൻ കടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഇറ്റാലിയിൽ നമ്മൾ പാസ്ത കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സെക്കൻഡറി ആയിട്ട് ഇവർ മീറ്റ്, അതായത് ചിക്കൻ അല്ലെങ്കിൽ പന്നി അല്ലെങ്കിൽ ബീഫ്, അങ്ങനെയൊക്കെ ഇതിൻ്റെ കൂടെ സെക്കൻഡറി ആയിട്ട് കഴിക്കുന്ന ഒരു ശീലം ഇവർക്കുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ കഴിക്കും. ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾ അല്ലെങ്കിൽ മിക്സ് വെജിറ്റബിൾ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഗ്രീൻ പീസ് പാസ്ത ഉണ്ടാക്കുന്നതിനോടൊപ്പം സെക്കൻഡറി ആയിട്ട് കഴിക്കാൻ വേണ്ടി ചിക്കനും അതുപോലെ തന്നെ വെജിറ്റബിൾ മിക്സും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് ഒരു ചെറിയ പീസ് ഓണിയൻ, ഒരു 3 തക്കാളി, ഒരു ചെറിയ ഗാർലിക്, വെളുത്തുള്ളി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പിസല്ലി, അതായത് ഗ്രീൻ പീസിൻ്റെ ബോട്ടിലിൽ വരുന്ന ഹാഫ് ബോയിലായിട്ടുള്ള ഇതാണ് ഇവിടെ എടുക്കുന്നത് ആദ്യം. അതിനുശേഷം നമുക്ക് നോക്കാം എന്താണ് ചെയ്യുന്നത്. കുക്ക് ചെയ്യാനുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുക. കോൺ ഓയിലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എണ്ണ ഒഴിച്ചതിന് ശേഷം ആ എണ്ണ ഒന്ന് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ പിസല്ലി, അതായത് ഗ്രീൻ പീസ്, അത് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കണം. അതെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ഈ ഗ്രീൻ പീസ് കുക്ക് ചെയ്യാനുള്ള ആവശ്യമുള്ള വെള്ളവും, അതുപോലെ തന്നെ നമ്മളതിന് ശേഷം പാസ്ത ഇടുമ്പോഴത്തേക്ക് അതും വെന്ത് കിട്ടാനുള്ള അത്രയും വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2-3 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് മൂടി വെച്ച് അതൊന്ന് കുറച്ച് വേവിച്ചെടുക്കുക. എന്നിട്ട് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ കുറച്ച് നേരം അത് വേവിച്ചെടുത്തു കഴിഞ്ഞതിന് ശേഷം
നമ്മൾ പാസ്ത റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ചെറിയ ടൈപ്പ് പാസ്തകളാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ പാസ്ത നമ്മൾ എടുത്ത് വെച്ച പാസ്ത അത് കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ പാസ്തയും കൂടെ ഇട്ട് അത് നന്നായിട്ട് കുറച്ചുകൂടെ വേവിക്കണം. അതിനുശേഷം ഇവിടെ ഇറ്റാലിയക്കാർ ഉപയോഗിക്കുന്ന ഈ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഇടുന്ന ഇലകളുണ്ട്. അത് പ്രശ്മോളി, പിന്നെ ചേതന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ പിന്നീട് നമ്മളത് കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് തുറന്നിട്ട് ഈ ചേതന ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എടുത്തിട്ട് ഈ പ്രശ്മോളി ഇലയുമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളതിനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷം നമ്മളതിനെ പ്ലേറ്റിലേക്ക് എടുക്കുന്നു. അതിലേക്ക് നമ്മൾ ഫർമാജിയോ പൊടി അതിലേക്ക് ഇടുക. അതൊന്ന് ഇളക്കിയിട്ട് പ്ലേറ്റിലിട്ട് എടുത്തതിന് ശേഷം ഫർമാജിയോ പൊടി ഇളക്കി അത് കഴിക്കും. അതോടൊപ്പം തന്നെ പാസ്ത ഐറ്റങ്ങൾ കഴിക്കുമ്പോൾ ഇവിടെ സെക്കൻഡറി ആയിട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും മീറ്റൊക്കെ കുക്ക് ചെയ്ത് വെക്കും. പിന്നെ ഞാനിന്ന് ചിക്കനാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മിക്സ് വെജിറ്റബിൾ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ മീറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റബിളും കൂടെ കഴിക്കും. അങ്ങനെ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് പാസ്ത, ഗ്രീൻ പീസ് കൂടെയുള്ളതും പിന്നെ ചിക്കനിൽ മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ ഒലിവ് ഓയിലിൽ വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ചിക്കൻ. ഉപ്പ് മാത്രമേ അതിലേക്ക് എടുത്തുള്ളൂ. പിന്നെ മിക്സ് വെജിറ്റബിൾ അത് നമ്മൾ ഒരു പാത്രത്തിൽ ഉപ്പിട്ട് വേവിച്ചെടുക്കുക. അതിലും മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർക്കത്തില്ല. ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ഞാൻ ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം, നന്ദി.